നമസ്കാരം. നയാബ് സിംഗ് സൈനി ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. മനോഹർലാൽ ഖട്ടാർ രാജിവെച്ചതിനെ തുടർന്നാണ് നയാബ് ഹരിയാനയെ നയിക്കാനെത്തുന്നത്. കുരുക്ഷേത്രയിൽ നിന്നുള്ള സിറ്റിംഗ് MP ആണ് ഈ നയാബ് സിംഗ് സൈനി എന്ന് പറയുന്നത്. അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. നമുക്കറിയാം BJPയും JJPയും തമ്മിലുള്ള ലോക്സഭാ സീറ്റ് സംബന്ധിച്ചുള്ള തർക്കങ്ങൾക്കൊടുവിലാണ്, അവരുടെ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായതിനൊടുവിലാണ് മനോഹർലാൽ ഖട്ടാർ രാജിവെച്ചതും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവിടെ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത്. എന്തായാലും ഈ നിലവിലെ സംസ്ഥാന അധ്യക്ഷനും 2019 കുരുക്ഷേത്രയിൽ നിന്ന് പാർലമെന്റിലെത്തിയ MPയുമായ ഈ നയാബിനെ തന്നെ എന്തിനാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് BJP കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള വലിയ ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇതിന് കാരണങ്ങൾ പലതാണ്. കാരണം ജാട്ട് കോട്ടയായ ഹരിയാനയിൽ BJP തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ജാട്ട് മുഖ്യമന്ത്രിയല്ല, മറിച്ച് പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന OBC കമ്മ്യൂണിറ്റിയുടെ ഫേസായ OBC വിഭാഗക്കാരനായ ഇദ്ദേഹത്തെയാണ്. നമുക്കറിയാം മനോഹർലാൽ ഖട്ടാറും ഈ ഭൂരിപക്ഷ സമുദായമായ ജാട്ടിന്റെ പ്രതിനിധിയൊന്നുമല്ലായിരുന്നു. അങ്ങനെ മനോഹർലാൽ ഖട്ടാർ പടിയിറങ്ങിയപ്പോൾ ഏവരും പ്രതീക്ഷിച്ചത് ഒരു ജാട്ട് മുഖ്യമന്ത്രി ഹരിയാനയിൽ സ്ഥാനമേൽക്കുമെന്നായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ടാണ് ഒരു OBC വിഭാഗത്തിൽപ്പെട്ട നേതാവിനെ ഹരിയാനയിൽ BJP മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. ഇനി നയാബ് ഈ മനോഹർലാൽ ഖട്ടാറിന്റെ ഏറ്റവും അടുത്ത ഒരു വിശ്വസ്തൻ കൂടിയാണ്. നമുക്കറിയാം നിലവിൽ BJPയുടെ മുഖ്യമന്ത്രിമാരുടെ പ്രായം ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകമായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മിക്ക മുഖ്യമന്ത്രിമാരും ഒരു 60 വയസ്സിൽ താഴെയുള്ള ആളുകളായിരിക്കും. BJP മുഖ്യമന്ത്രിമാരുടെ പ്രായം ഇതിനു മുൻപ് പലതവണ ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ട്. മധ്യപ്രദേശിൽ മോഹൻ യാദവും ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായിയും രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മയും ഒക്കെ അധികാരമേറ്റ സമയത്ത്, ഈ കഴിഞ്ഞ നവംബറിൽ അധികാരമേറ്റ സമയത്ത് രാജ്യം ഒന്നടങ്കം അത് ചർച്ച ചെയ്തതാണ്. ഒരു യുവനിരയെ തന്നെയാണ് BJP എല്ലായിടത്തും വാർത്തെടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അസമിന്റെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ, ഉത്തർപ്രദേശിന്റെ സാരഥിയായ യോഗി ആദിത്യനാഥ് എന്നിവരൊക്കെയും ഈ നിരയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനൊരു അപവാദം എന്ന് പറയാവുന്നത് ത്രിപുരയുടെ മുഖ്യമന്ത്രി മാത്രമാണ്, മാണിക് സാഹയാണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും അധികം പ്രായമുള്ളത്, 71 വയസ്സുണ്ട്. അങ്ങനെ ഹരിയാനയിൽ BJP ഒരു നേതൃമാറ്റം കൊണ്ടുവരുമ്പോൾ വെറുതെ ഒരു നേതാവിനെ അവരോധിക്കുകയല്ല, മറിച്ച് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പ്രായം കുറഞ്ഞ മറ്റെന്തൊക്കെ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിക്കുന്നുണ്ട് എങ്കിൽ പോലും സംസ്ഥാനത്തിന് ഇപ്പോൾ ഇതാണ് വേണ്ടത് എന്നുള്ള തീരുമാനം, അത്തരത്തിലുള്ള ഒരു വിഷൻ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അതുതന്നെയാണ് ഹരിയാനയിലും ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഹരിയാനയെ ഒക്ടോബർ വരെ നയിക്കുന്നത് നയാബ് സിംഗ് സൈനി തന്നെയായിരിക്കും. ഒക്ടോബറിൽ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തും. അതിനുശേഷം എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ JJP 10 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായും തിരിച്ചടിയാകാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെയായിരിക്കും. കോൺഗ്രസിന്റെ വോട്ടുകളിലായിരിക്കും വലിയ വിള്ളൽ ഉണ്ടാകാൻ പോകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ 10 സീറ്റും BJP വിജയിച്ചു കയറിയതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആശങ്കയൊന്നുമില്ല. നിലവിൽ എന്തായാലും ദേശീയ മാധ്യമങ്ങളിൽ നിറയുന്നത് നയാബ് സിംഗ് സൈനി തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.